ഹലോ ബ്രോസ്, നമുക്ക് ജെ സി ബി മേടിച്ചാലോ? ജെ സി ബി ഇതൊക്കെ ഇത്ര സിമ്പിളായിരുന്നു. അറിയാവുന്നവർക്കറിയാം, അറിയാത്തവർക്കറിയില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഇതാണ് ഫ്രണ്ട് ബക്കറ്റ് ലിവർ. പ്ലസ് മോഡലിലാണ് ഇതിൻ്റെ ഫങ്ഷൻ വരുന്നത്. ഈ ലിവർ പിന്നിലേക്ക് പിടിക്കുമ്പോൾ ബക്കറ്റ് നേരെ മുകളിലേക്ക് ഉയരും. നമ്മൾ മണ്ണൊക്കെ മുകളിലേക്ക് പൊക്കിത്തട്ടാൻ നേരത്ത് ഈ ലിവർ നേരെ പിന്നിലേക്ക് പിടിക്കുന്നു, ബക്കറ്റ് ഉയരുന്നു. ഇനി നേരെ മുന്നിലേക്ക് തള്ളുമ്പോൾ ബക്കറ്റ് നേരെ താഴുന്നു. പിന്നിലേക്ക് ബക്കറ്റ് അപ്പ്, മുന്നിലേക്ക് ബക്കറ്റ് ഡൗൺ. ഇനി ലിവർ റൈറ്റിലേക്ക് തള്ളുമ്പോഴും ബക്കറ്റ് നേരെ ഓപ്പൺ. വീഡിയോയിൽ വ്യക്തമല്ലേ? ഇനി ഓപ്പോസിറ്റ് ലെഫ്റ്റിലേക്ക് തള്ളുമ്പോഴോ ബക്കറ്റ് നേരെ ക്ലോസ് ആവും. സൈറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി റൈസായി തന്നെ നിൽക്കാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ആക്സിലേറ്ററാണ്. ഇത് പിടിച്ച് വെച്ചാൽ വണ്ടി റൈസായി തന്നെ നിൽക്കും. ഈ രണ്ട് ചെറിയ ലിവറാണ് വണ്ടിയുടെ സ്റ്റെബിലൈസറിൻ്റെ ലിവർ. ഇത് നേരെ താഴേക്കാക്കുമ്പോൾ രണ്ട് സൈഡിലുള്ള സ്റ്റെബിലൈസർ താഴ്ന്നു വരും, മുകളിലേക്ക് ആക്കുമ്പോൾ സ്റ്റെബിലൈസർ പൊങ്ങി വരും. ഇത് സിംഗിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ രണ്ട് ലിവർ ഉപയോഗിച്ചാണ് നമ്മൾ ബാക്ക് ബക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓരോ ലിവറിലും 4 ഫംഗ്ഷൻ വെച്ചിട്ട് 2 ലിവറിലും 8 ഫംഗ്ഷനാണ് വരുന്നത്. ഇതിൻ്റെ പൊസിഷൻ വരുന്നത് ഒരു ഇൻഡു മോഡലിലാണ്. നമ്മുടെ നേരെ മുന്നിലുള്ള ആ ഒരു പീസിനെ പറയുന്ന ബൂമെന്നും അതിൻ്റെ മുന്നിലുള്ള പീസിന് സ്റ്റിക്കെന്നും പിന്നെ ബക്കറ്റും. ഈ ഇടതുവശത്തെ ലിവർ നേരെ മുന്നിലേക്ക് ഇടതുവശം ചേർന്ന് തള്ളുമ്പോൾ വണ്ടിയുടെ ബൂം സ്വിങ് ആവും ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ. അത് നേരെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിലേക്ക് പിന്നിലേക്ക് പിടിക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് സ്വിങ് ആവും. ഇനി അതേ ലിവർ നേരെ റൈറ്റ് സൈഡിലേക്ക് മുന്നിലേക്ക് തള്ളുമ്പോൾ ബൂം ഡൗൺ ആവും. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നേരെ പിന്നിലേക്ക് അതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ പിടിക്കുമ്പോൾ ബൂം മുകളിലേക്ക് വരും. അങ്ങനെ ആകെ മൊത്തം 4 ഫംഗ്ഷനാണ് ഇതിലുള്ളത്. ഞാൻ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു, ഒരു ഇൻഡു മോഡലിലാണ് ഇതിൻ്റെ പൊസിഷൻ വരുന്നത്. ഇനി റൈറ്റ് സൈഡിലെ ലിവർ, ഇത് നേരെ ലെഫ്റ്റിലേക്ക് മുന്നിലേക്ക് തള്ളുമ്പോൾ സ്റ്റിക്ക് ഉയരുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പിന്നിലേക്ക് റൈറ്റ് ചേർത്ത് തള്ളുമ്പോൾ സ്റ്റിക്ക് ക്ലോസ് ആവുന്നു. ഇനി റൈറ്റ് സൈഡ് ചേർത്ത് മുന്നിലേക്ക് തള്ളുമ്പോൾ ബക്കറ്റ് ഓപ്പൺ ആവുന്നു. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ലെഫ്റ്റ് ചേർത്ത് തള്ളുമ്പോൾ ബക്കറ്റ് ക്ലോസ് ആവുന്നു. ഈ 2 ലിവറിലും കൂടെ വരുന്ന 8 ഫംഗ്ഷനുകൾ കൃത്യമായ ടൈമിങ്ങിൽ സാഹചര്യത്തിന് അനുയോജ്യമായ രീതിയിൽ മാറി മാറി ഉപയോഗിച്ചാണ് വണ്ടിയെ നിയന്ത്രിക്കുന്നത്. കാണുന്നവർക്ക് ചുമ്മാ ലിവറിട്ട് ഷേക്കാക്കും പോലെ തോന്നും, പക്ഷെ അങ്ങനെയല്ല. കൃത്യമായ ടൈമിങ്ങിൽ ഫംഗ്ഷനുകൾ മാറി മാറി ഉപയോഗിക്കുന്നതാണ് കാഴ്ചയിൽ അങ്ങനെ തോന്നുന്നത്. ഇതാണ് ജെ സി ബിയുടെ റണ്ണിങ് ഗിയർ ലിവർ. ഇതിൽ ആകെ മൊത്തം 4 ഗിയറുകളാണുള്ളത്. സെൻറ്ററിൽ ന്യൂട്രൽ, വലതുവശത്തേക്ക് മാറി നേരെ മുന്നിലേക്ക് ഫസ്റ്റ്, അതിൻ്റെ പിന്നിലേക്ക് സെക്കൻഡ്, ഇടതുവശത്തേക്ക് നീങ്ങി നേരെ മുന്നിലേക്ക് തേർഡ്, അതിൻ്റെ പിന്നിലേക്ക് ഫോർത്ത്. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ ജെ സി ബി എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഫോർവേഡും റിവേഴ്സും ഒക്കെ പോകുന്നത്? ഈ കുഞ്ഞൻ ലിവറാണ് അതിന് സഹായിക്കുന്നത്. ഈ ലിവർ മുന്നിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഫോർവേഡ്, സെൻറ്ററിലാക്കി കഴിഞ്ഞാൽ ന്യൂട്രൽ, പിന്നിലേക്ക് ആക്കി കഴിഞ്ഞാൽ റിവേഴ്സ്. ഈ ഒരു ലിവറിൽ കാണുന്ന കുഞ്ഞൻ ബട്ടണില്ലേ, അതാണ് ക്ലച്ച്. ഈ ഒരു ബട്ടൺ അമർത്തി പിടിച്ചാണ് ഗിയറുകൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. റണ്ണിങ് ഗിയർ ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ ഫോർത്തിലോ ഏതിൽ കിടന്നാലും ഈ ഒരു കുഞ്ഞൻ ലിവർ ന്യൂട്രാണെങ്കിലും വണ്ടി മൊത്തം ന്യൂട്രാണ്. ഈ ലിവറിൽ ഫോർവേഡോ റിവേഴ്സോ ഇട്ടെങ്കിൽ മാത്രമേ വണ്ടി മൂവ് ആവുകയുള്ളൂ. നേരത്തെ കാണിച്ച ക്ലച്ചിൻ്റെ ബട്ടൺ അമർത്താതെ ഈ ഗിയർ ന്യൂട്രാക്കി നമുക്ക് ഗിയറുകൾ മാറാൻ സാധിക്കും. ഇതിൻ്റെ ബ്രേക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് ലെഫ്റ്റ് സൈഡ് ടയറിൻ്റെ ബ്രേക്കും ഒന്ന് റൈറ്റ് സൈഡ് ടയറിൻ്റെ ബ്രേക്കും, അങ്ങനെ 2 ബ്രേക്കുകളാണുള്ളത്. ഇനി ഇത് സിംഗിൾ ബ്രേക്ക് ആക്കണമെങ്കിൽ സെൻറ്ററിൽ കാണുന്ന ഈ ഒരു കൊളുത്തിട്ടാൽ മതി. അപ്പോൾ ഇതിൽ ഏത് ചവിട്ടിയാലും ഒറ്റ ബ്രേക്കായിട്ട് തന്നെ കിട്ടും. വലതുവശത്ത് കാണുന്ന ഈ ഒരു പെഡലാണ് ആക്സിലേറ്റർ. ഇതൊക്കെയാണ് ജെ സി ബിയുടെ ഉള്ളിലെ കാഴ്ചകൾ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ ജെ സി ബി ഒക്കെ ഒന്നെടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കി ഇടേണ്ടൊക്കെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ നമുക്കത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ വണ്ടിയിൽ പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ പോയി നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടിയിൽ പണിയെടുക്കാൻ പറ്റൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.